വാൻ ചേച്ചി, രമി ചേച്ചി, നമുക്കിവിടെ സോളോ പെർഫോമൻസിലെ 2 തീമാണ്, പ്രണയം, വിരഹം. അപ്പൊ ചേച്ചി വന്ന സ്ഥിതിക്ക് ചേച്ചിയുടെ നവീൻ ചെയ്യേണ്ട ഒരു ലവ് സ്റ്റോറി നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആരുടെ ലവ് സ്റ്റോറി? ഭാവൻ ചേച്ചിയുടെ. ഏത് എത്രാമത്തെ ലവ് സ്റ്റോറി? അല്ല അങ്ങനല്ല, എവിടെയാ ഡയറി? ഞാൻ നവീൻ ചേട്ടൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്റെ 3ാമത്തെ കന്നഡ മൂവിയുടെ റോമിയോ എന്നൊരു കന്നഡ മൂവിയുടെ പ്രൊഡ്യൂസറാണ്. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് ഓൾറെഡി ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു, നവീനും ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു. ഓ അങ്ങനെ. ഞങ്ങൾ പിന്നെ അങ്ങനെ വെറുതെ സംസാരിച്ചു. ആ ലവ് ഫെയിലിയർ സംസാരിച്ച് അതും സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി, മെസ്സേജ് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. സോ മനസ്സിലായി ഓക്കെ എന്നുള്ള പോലെ. അങ്ങനെ പിന്നെ സംസാരിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതൊരു പിന്നെ ഒരു കല്യാണമായി മാറി. കല്യാണം വീട്ടിൽ പറഞ്ഞ പൊട്ടിത്തെറി ഉണ്ടായോ ചേച്ചി? ഇല്ല, അങ്ങനെയില്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ കുറച്ച് ഓപ്പണായിട്ട് വീട്ടിൽ അച്ഛനമ്മയുടെ അടുത്തൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പോൾ വലിയ പൊട്ടിത്തെറിയൊന്നും കുഴപ്പമുണ്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഭാഷ നവീന് തെലുഗു ആണ് ആക്ച്വലി, പക്ഷെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ബാംഗ്ലൂരാണ്. അപ്പോൾ തെലുഗു, കന്നഡ, പിന്നെ അച്ഛൻ്റെ സൈഡൊക്കെ തമിഴാണ്, പിന്നെ ഞാൻ മലയാളിയാണ്. സോ അങ്ങനെ മൊത്തത്തിലൊരു സൗത്ത് ഇന്ത്യൻ സമ്മേളനമായി ഞങ്ങളുടെ. ആദ്യത്തെ 3-4 ദിവസം ഒന്നും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് ആർക്കും മനസ്സിലായില്ല എന്നാണ് കേട്ട് കേൾവി. അല്ല, കോമഡി എന്താണെന്നറിയോ, നവീന് മലയാളം അറിയേയില്ല. എന്റെ അമ്മയ്ക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. അതാണ് ആദ്യത്തെ 2 ദിവസം ഭയങ്കര സമാധാനപരമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലായില്ല. അല്ല, നമ്മള് ലൊക്കേഷനിൽ ഇരിക്കുമ്പോ നവീനും അമ്മയും കൂടി ഇരുന്ന് കൊറേ സമയം മണിക്കൂറുകൾ സംസാരിച്ചു. എന്താണ് ഇവര് സംസാരിക്കുന്നത്? ആ നവീൻ എന്നിട്ട് തമിഴില് പറയുന്നുണ്ട്, അമ്മ മലയാളത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്കറിഞ്ഞൂടാ എന്തൊക്കെയാ, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അമ്മ മലയാളം ഇങ്ങനെ സ്ലോ ആയിട്ട് സംസാരിക്കുമ്പോൾ നവീന് കുറച്ച് ഇങ്ങനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഞാൻ നവീൻ മനസ്സിലാവാതിരിക്കാൻ പറയും, നവീൻ എന്താ പറഞ്ഞ അങ്ങനെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മ ഇങ്ങനെ മെല്ലെ ചോദിക്കുമ്പോൾ നവീന് കുറച്ചൊക്കെ മനസ്സിലാക്കും. നിങ്ങള് ഇംഗ്ലീഷിലാണോ? ഇംഗ്ലീഷും തമിഴ്, പിന്നെ ഞാൻ ഇപ്പൊ കന്നഡ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ